ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ലണ്ടനിലുള്ള ഡാഫോർഡ് ടണലിനെ കുറിച്ചും അതുപോലെ 2 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്ലിക്കേഷൻ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്നതിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നതാണ് ഡാഫോർഡ് ടണൽ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല രീതിയിൽ. ഇതിനകത്തോട്ട് കയറുമ്പോഴുണ്ടല്ലോ വല്ലാത്തൊരു അനുഭൂതിയാണ്. ഒരു തണുപ്പ് നമുക്കങ്ങ് ഫീൽ ചെയ്യും. കാരണം ഇത് തേംസ് നദിയുടെ അടിത്തട്ടിൽ നിന്ന് 21 മീറ്റർ ആഴത്തിലാണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ഏകദേശം 1.4 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. ഇതിലൂടെ പോകുമ്പം തന്നെ നമുക്ക് ആ ഒരു ഇത് കാണാൻ പറ്റും. നമുക്ക് ഏതോ ഒരു വാട്ടർഫോളിൻ്റെ അകത്തൂടെയാണ് നമുക്ക് പോകുന്നതെന്നും അതേപോലുള്ളൊരു തണുപ്പും വല്ലാത്തൊരു അനുഭവമാണ് ഉണ്ടാകുന്നത്. അതിലെ പോയപ്പോഴേ എനിക്ക് ഈ വീഡിയോ പിടിക്കണമെന്നും ഇത് നിങ്ങളെയൊക്കെ കാണിക്കണമെന്നും തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ. ഈ ഡാഫോർഡ് ടണൽ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ ഞാൻ അറിയാത്തവർക്കും മറ്റുള്ളവർക്കും മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പം ഇതിൻ്റെ നിർമ്മാണത്തിന് തന്നെ ഏകദേശം 27 വർഷം എടുത്തെന്നാണ് പറയുന്നത്. 1933 ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 27 വർഷം ഇത് കൺസ്ട്രക്ഷന് വേണ്ടി എടുത്തു. ഈ സമയത്ത് ഇതിനിടയ്ക്ക് 2ാം ലോക മഹായുദ്ധം വന്ന സമയത്ത് ഇതിൻ്റെ പണി നിർത്തിവെച്ചു. അങ്ങനെ ഒത്തിരി ദൈർഘ്യം കൂടേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. എലിസബത്ത് സെക്കൻഡിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഡാഫോർഡ് ടണലിൻ്റെ നിർമ്മാണം. അത് ട്രാൻസ്പോർട്ടിങ്ങിനായിട്ട് ഉപയോഗപ്പെടുത്തി കൊടുക്കുന്നതൊക്കെ ആ കാലഘട്ടത്തിലാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ മറ്റ് വാഹനങ്ങളൊക്കെ പോകുന്നതും ഏകദേശം ഒരു സ്പീഡ് ലിമിറ്റൊക്കെ ഇതിനകത്തൂടെ പോകുന്നതിനുണ്ട്. അതുപോലെയാണ് നമ്മൾ അവിടുത്തെ പോലെയൊക്കെ തന്നെ ഡാഫോർഡ് ടണലിനും കടക്കുന്നതിന് വണ്ടിക്കൊക്കെ ചാർജസ് കൊടുക്കണം. നമ്മളവിടെയൊക്കെ ടോൾ കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ചാർജസ് കൊടുക്കാനുണ്ട്. ഇതിനെ ഡാർട്ട് ചാർജ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ ഓൺലൈനായിട്ടാണ് പേ ചെയ്യുന്നത്. അല്ലെ നമ്മളവിടെ നിർത്തിച്ചിട്ട് പേ ചെയ്തിട്ട് പോവുക അങ്ങനെയുള്ള ഏർപ്പാടൊന്നുമല്ല ഇവിടെ ഉള്ളത്. ഓൺലൈനായിട്ട് അടച്ചിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാത്രിക്കകം, അതായത് 24 അവേഴ്സിനകമെങ്കിലും ചാർജ് അടച്ചില്ലെങ്കിൽ നമുക്ക് ഫൈനായിട്ട് വീട്ടിൽ ലെറ്ററൊക്കെ വരും. അത് പിന്നെ ഇവിടെ നിയമങ്ങളൊക്കെ സ്ട്രിക്റ്റാണ്. കറക്റ്റായിട്ട് നമ്മൾ പൈസ അടച്ചേ പറ്റൂ. നമുക്കിതിൽ പോകേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിൽ പതുക്കെ പോകുന്ന അതിൻ്റെ ഒരു ഇതും തേംസ് നദിയുടെ അതേപോലെ തന്നെ തേംസ് നദിയുടെ ഇത് ഡാഫോർഡ് ബ്രിഡ്ജും ഉണ്ട് ഇതിന് അപ്പുറത്തെ ഭാഗത്തൂടെ. ഇതിലേ കൂടി ഒരു തവണ എനിക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, ഞങ്ങൾ പിന്നെ ഈ ടണലിലൂടെ പോയത് ഞങ്ങൾ ഡാഫോർഡിലാണ് താമസിക്കുന്നത്. ഡാഫോർഡിൽ നിന്ന് ഈ ടണലിലൂടെയാണ് ഈസ്റ്റ് ഹാം എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ ഒരു അമ്പലം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. നമുക്കതിനെ കൂടുതൽ വിശേഷങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് 2 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷനിലോട്ട് നമുക്ക് നോക്കാം. എളുപ്പത്തിൽ എങ്ങനെയാണ് 2 ഡിജിറ്റുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സാധാരണ നമ്മൾ 25 × 46 മൾട്ടിപ്ലൈ ചെയ്യാൻ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണല്ലേ. നമ്മൾ 6 5s are 30, 0 ഇടും, 3 റിമൈൻഡർ, 2 6s are 12, 12 + 3 15 ആണ്. അതുപോലെ 4 5s are 20, 0 എഴുതി, 2 റിമൈൻഡർ എഴുതും, 4 2s are 8, 8 + 2 10. ഇത് പിന്നെ നമ്മൾ ആഡ് ചെയ്യും, 0 5 1 1. ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ എളുപ്പമാർഗത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 25 × 46 എന്ന് പറയുന്നത് ഇത് രണ്ടുകൂടെ ഈ 6 5s are 30 ആണ് അല്ലേ. അത് നമ്മൾ സാധാരണ 30ക്ക് 0 എഴുതി, 3 നമ്മൾ മാറ്റി വെച്ചു. ഇനിയുള്ളത് നമ്മൾ ചെയ്യുന്നത് ഇതിങ്ങനെ ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതേ രീതി ക്രോസ് ചെയ്യുക. 6 2s are 12 + 4 5s are 20. 20 + 12 എന്ന് പറയുന്നത് 32. ആ 32 നേരത്തെ നമ്മൾ എഴുതിയിട്ട് റിമൈൻഡർ 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 35 ആണ് കിട്ടുന്നത്. അതിന് നമ്മൾ 5 എഴുതി, വീണ്ടും 3 റിമൈൻഡർ കിട്ടുന്നു. ഇനി ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. 4 2 8, 8 + 3 കിട്ടുന്നത് എത്രയാണ്? 11. ഡയറക്റ്റ് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു എക്സാമ്പിളൂടെ ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം, നോക്കിക്കോളൂ. 75 × 42 നമ്മൾ എളുപ്പമാർക്കത്തിൽ ചെയ്യുകയാണെങ്കിൽ ആദ്യം 4 × 2 ഇതിങ്ങനെ കോളം ബേസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് 4 × 2 10ന് 0 എഴുതി, 1 റിമൈൻഡർ ഇട്ടു നമ്മൾ അല്ലേ. പിന്നെ നമ്മൾ ക്രോസ് ചെയ്ത് 4 × 2
14 ആണ് അല്ലേ. 7 × 2 14. ആ 14 മുകളിൽ അതിൻ്റെ മുകളിൽ തന്നെ എഴുതുക. പ്ലസ് 4 × 5 ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ 4 × 5 20. അത് രണ്ടൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എത്രയൊക്കെ 34 ആണ്. ആ 34 നേരത്തെ റിമൈൻഡർ 1 കിടപ്പുണ്ടായിരുന്നു, അതോട് കൂട്ടുമ്പോൾ 35 കിട്ടി. അതിൽ നമ്മളിവിടെ എത്ര എഴുതാവൂ? 5 എഴുതാവൂ. വീണ്ടും 3 റിമൈൻഡർ ആക്കി ഇടുക. ഇനിയും നേരത്തെ നമുക്ക് കോളം ബേസ് അപ്പോൾ ഇടുമ്പോൾ 7 × 4. 7 4 എത്ര വരും? 28. 28 + 3 എത്ര? 31. ഇതായിരിക്കും ആൻസർ. നിങ്ങൾ ചെയ്ത് നോക്കണം, എളുപ്പത്തിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. വേറൊരു എക്സാമ്പിളൂടെ ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ 36 × 22 നോക്കുക. ഇതുപോലെ പെട്ടെന്ന് ചെയ്യുക. 6 × 12 1 റിമൈൻഡർ വന്നു. വീണ്ടും നമ്മൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഇടുമ്പോൾ 6 ഇവിടെ ഇങ്ങനെ 3 × 2 6 പ്ലസ് 6 × 2 12. നമുക്ക് എത്ര വന്നത്? 18 വന്നു. 18 നേരത്തെ റിമൈൻഡർ ഒന്നുണ്ടായിരുന്നു, അങ്ങനെ 19 എഴുതി. അവിടെ 9 നമ്മൾ എഴുതിയുള്ളൂ. ഇനി 6 × 2 3 × 2 6 6 + 1 7 7 92 ആൻസർ വരും. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ മോർ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക, മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ടെസ്റ്റൊക്കെ എളുപ്പത്തിൽ നമുക്കത് നിങ്ങൾക്ക് തന്നെ ഇത് ഇങ്ങനെ എഴുതാതെ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്ത് നിങ്ങൾ പഠിക്കണം. അതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 12 × 14 വരുവാണെങ്കിൽ നിങ്ങൾ വേഗം ഇവിടെ ഞാൻ എഴുതണം. ഇങ്ങനെ ഒന്നും പറയാതെ തന്നെ 8 ഇവിടെ 8 വരും. ബാലൻസ് വരുന്നത് ഇവിടെയാണ്. 4 + 2 6 എഴുതി. പിന്നെ 1 × 1 168 എന്ന് എളുപ്പത്തിൽ ഇങ്ങനെ ആൻസർ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന രീതി, 2 കൈയും വെച്ച് നമ്മൾ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ആയി വരണം. അതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ഇട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ.